ഒരു അന്തർദേശീയ വാർത്തയിലേക്കാണ്. യുദ്ധം ശക്തമായ ഗാസയിലെ ജനജീവിതം ദുരിതമെന്ന് UN. ഉപജീവന മാർഗം പോലും ഇല്ലാതെയെന്ന് UN വനിതാ അംഗം മേരിസ് ഗൈമോണ്ട് വ്യക്തമാക്കി. ഏതാണ്ട് 9 മാസത്തെ സംഘർഷത്തിന് ശേഷവും ഗാസ ഇപ്പോഴും യുദ്ധത്തിന്റെ പിടിയിലാണെന്നാണ് UN ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒക്ടോബറിൽ തുടങ്ങിയ യുദ്ധം അനന്തമായി നീളുന്നതിനിടെ ഗാസയിൽ ഒരാഴ്ചത്തെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം UN വനിതകളുടെ പാലസ്തീൻ ഓഫീസിൽ നിന്നുള്ള മേരിസ് ഗൈമോൺ UN വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധയാകർഷിക്കുന്നത്. യുദ്ധം തുടങ്ങിയ മാസങ്ങൾ പിന്നിടുമ്പോഴും പാലസ്തീൻ അഭയാർത്ഥികൾ അഭയകേന്ദ്രങ്ങളിൽ നയിക്കുന്നത് ദുരിത ജീവിതമാണ്. പാലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UN ഏജൻസി നടത്തുന്ന അഭയകേന്ദ്രത്തിൽ 14,000 പേർക്ക് 25 ടോയ്ലറ്റുകൾ മാത്രമാണ് ഉള്ളത്. മറ്റ് 59,000 പേർ പുറത്താണ് ക്യാമ്പ് ചെയ്യുന്നത്. ഗാസയിൽ 1,00,000-ലധികം ആളുകൾ നിരന്തരം കുടിയൊഴിക്കപ്പെടുന്നുവെന്നും സ്ത്രീകളും പെൺകുട്ടികളും സുരക്ഷിതമല്ലെന്നും അവരിൽ പലരും ഇതിനകം തന്നെ പലതവണ പലായനം ചെയ്തിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. റോഡുകൾ, കൃഷിഭൂമി, തകർന്ന കെട്ടിടങ്ങൾ എന്നിവയുൾപ്പെടെ ലഭ്യമായ എല്ലാ തുറസായ സ്ഥലങ്ങളിലേക്കും ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും സംഘർഷം കൂടുതൽ നാശവും കൊലപാതകവും കൊണ്ടുവരുന്നതിനാൽ ഗാസയിലെ ജനങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ്. കുട്ടികൾ ഇക്കാര്യം ചോദിച്ചപ്പോൾ തനിക്ക് ഉത്തരമില്ലെന്നും അവർ പറഞ്ഞു. ഈ യുദ്ധത്തിന്റെ ആഘാതം ഏറ്റുവാങ്ങിയ ഗാസയിലെ ജനങ്ങളുടെ അവകാശങ്ങളും അന്തസ്സും സംരക്ഷിക്കേണ്ടത് നിർണായകമാണ്. ഇതുവരെ 37,390-ലേറെ പാലസ്തീനികളാണ് ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.